കൂടൽമാണിക്യം ക്ഷേത്ര കഴക നിയമന വിവാദത്തിൽ പ്രതികരിച്ച് കഴക തസ്തികയിലേക്ക് നിയമനം ലഭിച്ച ബാലു. ക്ഷേത്രത്തിൽ ഇനി കഴകത്തിനില്ല എന്ന് ബാലു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. താൻ കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. ദേവസ്വത്തിൽ ഓഫീസ് ജീവനക്കാരനായി തുടരാൻ തീരുമാനമെന്നും ബാലു പറഞ്ഞു. ഇക്കാര്യം വ്യക്തമാക്കി ദേവസ്വത്തിന് അപേക്ഷ നൽകും. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. ഞാൻ ബോർഡിന്റെ മുന്നിൽ ഒരു അപേക്ഷ വയ്ക്കുന്നുണ്ട്. ഏത് കഴകം തസ്തിക തുടരാൻ താല്പര്യമില്ലാന്ന്, നിലവിലെ വർക്കിംഗ് അറേഞ്ച്മെന്റ് ആയിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലാണ് ആണെങ്കിൽ തുടരുമെന്നും പറഞ്ഞിട്ട് ഒരു അപേക്ഷ വയ്ക്കുന്നുണ്ട്. അപ്പൊ അതില് തീരുമാനം ഉണ്ടാവും എന്താണെന്ന് അറിഞ്ഞിട്ട്. അതായത് കഴകക്കാരനായി ഇനി തുടരാനില്ല എന്നുള്ളതാണോ? അതെ അതെ അതെ. അപ്പൊ പകരം അവിടെ ഓഫീസ് സ്റ്റാഫായിട്ട് നിൽക്കാന്നാ? ഓഫീസ് സ്റ്റാഫ് അതാ, അങ്ങനെയാണ് ഫൈനലായിട്ട് എനിക്കൊരു ഓർഡർ തന്നിട്ടുള്ളത്. ഇപ്പോഴും നിലവിൽ കഴകം പോസ്റ്റിലേക്ക് വരാൻ എനിക്ക് മാനസികമായിട്ട് താല്പര്യമില്ല. ഞാൻ കാരണം അവിടെ ഇനിയൊരു പ്രശ്നം ഉണ്ടാകുന്നതിനോട് എനിക്ക് മാനസികമായിട്ടൊരു താല്പര്യമില്ല. ബാലുവിന് കഴകക്കാരനായി തുടരാനുള്ള സാഹചര്യം ദേവസ്വം ഒരുക്കുമെന്ന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ CK ഗോപി പറഞ്ഞു. ബാലുവിനെ നിയമിച്ചത് കഴകക്കാരനായാണ്. അതുകൊണ്ട് തന്നെ ഓഫീസ് ജോലികളിലേക്ക് മാറ്റുന്നതിനുള്ള അധികാരം ദേവസ്വത്തിനില്ല. ബാലുവിന്റെ ആവശ്യം സർക്കാരിനെ അറിയിക്കുമെന്നും CK ഗോപി. കൂടൽമാണിക്യം ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഇതിൽ പെർമനന്റ് പോസ്റ്റ് പോലെ തന്ത്രിമാരും അതുപോലെ തന്നെ മേൽശാന്തിമാരും അവർ പരമ്പരാഗതമായിട്ട് മാറി വരുന്നതാണ്. അവർക്ക് പാരമ്പര്യ അവകാശമുണ്ട്. അങ്ങനെ 6 കുടുംബത്തിലും തന്ത്രിമാരായിട്ട് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ മേൽശാന്തിമാരായിട്ട് മറ്റുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ദേവസ്വത്തിന് ഒരു മാറ്റം വരുത്താൻ അധികാരമില്ല. അതൊക്കെ സമൂഹം, സർക്കാരും പരിശോധിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കും. ബാലുവിന്റെ പിന്മാറ്റം ഭയം മൂലമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. പ്രാദേശിക പിന്തുണയില്ലാതെ ജോലി ചെയ്യാൻ ആവില്ല എന്ന് അയാൾ കരുതി കാണും. സർക്കാരും SNDPയും പിന്തുണ നൽകിയിട്ടും പിന്മാറുന്നത് ശരിയല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഭയന്നായിരിക്കും അവനവിടെ ജോലി ചെയ്യണ്ടേ. ജോലി ചെയ്യുമ്പോ ഈ വീട്ടിലെ തന്ത്രിമാരെല്ലായിടത്തും പപ്പുള്ളമാര് അവരെ ഭയന്ന് ഇവൻ ആയിരിക്കും. അല്ലാതെ ഇവന് വേറെ സംരക്ഷണം ഒന്നുമില്ലല്ലോ. ഇവന് 2 തിരുവനന്തപുരത്തുകാരനാരണ്ടല്ലേ. അവനൊരു ആത്മബലം ഇല്ലാത്തതും ആത്മധൈര്യം ഇല്ലാത്ത ആളുമാണ്. അപ്പൊ റോഡ് ഭയന്നുകൊണ്ടായിരിക്കും. കാരണം അവൻ അവിടെയല്ലേ പണിയെടുക്കണ്ട. ലോക്കൽ സപ്പോർട്ട് അവനില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ നിൽക്കുന്ന ലോക്കലായിട്ട് ഈ തന്ത്രിമാരെ താങ്ങി കിടക്കുന്ന ആളുകളാണ് അവിടെ ചുറ്റുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രധാന പരാജയം. അവരെ നമ്പി നിന്നില്ലെങ്കിൽ അവർ ഉപദ്രവിക്കും. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയും ലെവിൻ K വിജയനും ചേരുകയാണ്. ആദ്യം പ്രസാദിലേക്ക് പോയാൽ, പ്രസാദ്, ബാലു ഏതായാലും ഇനിയില്ല കഴക ജോലിക്ക് എന്ന് വ്യക്തമാക്കുകയാണ്. നമ്മളോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു തീരുമാനം അദ്ദേഹം എത്തിച്ചേർന്നത് എങ്ങനെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയധികം ആളുകൾ എതിർത്ത് നിൽക്കുന്നു, തന്ത്രിമാരടക്കമുള്ളവർ എതിർത്ത് നിൽക്കുമ്പോൾ അവിടെ ഇനിയൊരു പ്രശ്നത്തിലേക്കില്ല എന്ന് പറയുന്ന വ്യക്തിപരമായ ഒരു പിന്മാറ്റമാണോ, ഭയമാണോ? എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം ബാലുവിനെ കൊണ്ട് എടുപ്പിച്ചത് എന്നാണ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രസാദ്, ലക്ഷ്മി, ഒട്ടും സന്തോഷമില്ലാതെ തന്നെയാണ് ബാലു ഈ തീരുമാനം എടുത്തത് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ അദ്ദേഹത്തെ നിരന്തരം കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം ഇന്നാണ് ഇപ്പോൾ ഫോൺ എടുത്തിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം കഴിഞ്ഞ മാസം 24-നാണ് അവിടെ കഴകക്കാരനായി ജോലിയിൽ പ്രവേശിക്കുന്നത്. 6-ാം തീയതിയാണ് ദേവസ്വത്തിൻ്റെ ഒരു കത്ത് കിട്ടുന്നത്. അതായത് തൽക്കാലത്ത് ഈ തന്ത്രിമാരുടെ എതിർപ്പുണ്ട്, അതുകൊണ്ട് താങ്കളെ ഓഫീസ് ജോലിയിലേക്ക് തൽക്കാലത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് കിട്ടുമ്പോഴാണ് താൻ ഇവിടെ കഴകക്കാരനായി വന്നതിൽ വലിയ തോതിൽ തന്ത്രിമാർ ബഹിഷ്കരിച്ച് നിൽക്കുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്നാണ് നമ്മളോട് ഇപ്പോൾ സംഭാഷണത്തിൽ പറഞ്ഞത്. അതുവരെ, അതായത് 24 മുതൽ 6 വരെ അദ്ദേഹം മാല കെട്ടുകയും അതെല്ലാം മേൽശാന്തി ഏറ്റുവാങ്ങി പൂജകളെല്ലാം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഈ തന്ത്രിമാർ വരാത്ത കാര്യം ഇദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ പ്രതിഷ്ഠാദിന ചടങ്ങുകളാണ് ഈ കഴിഞ്ഞ മാസം 9-ാം തീയതി ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള പൂജകളിലും മറ്റും തന്ത്രിമാർ നിർബന്ധമായി പങ്കെടുക്കേണ്ട ചടങ്ങുകളുണ്ട്. അപ്പോൾ ഇദ്ദേഹം കഴകക്കാരനായി തുടർന്നാൽ അവരാരും വരില്ല, അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് മാറ്റിയത്. അങ്ങനെയാണ് കത്ത് കിട്ടുന്നത്. ഈ കത്ത് കിട്ടുമ്പോഴാണ് ഇദ്ദേഹം തന്നെ ബഹിഷ്കരിച്ച്, ഒരു തന്ത്രിമാർ ബഹിഷ്കരിച്ച് നിൽക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നത്. അത് വലിയ തോതിൽ വേദനയുണ്ടാക്കി, വിഷമമുണ്ടാക്കി എന്നുള്ളതാണ്.
ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എല്ലാം നമ്മൾ കൊടുത്തത്, അദ്ദേഹം ഈ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വിശ്വാസിയാണ്. സ്വാഭാവികമായും കൂടൽമാണിക്യം പോലെ വളരെ പുരാതനമായ കേരളത്തിലെ വളരെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളൊന്നിൽ അവിടെ കഴകക്കാരനായി ജോലി ചെയ്യാൻ കഴിയുന്നതിൽ വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ അദ്ദേഹം പങ്കുവെച്ചുള്ള ഒരു പ്രതികരണമാണ്. അതിനുശേഷം ഇങ്ങനെ ആ ജോലിയിൽ പ്രവേശിച്ച അന്നു മുതൽ താൻ തന്നെ ബഹിഷ്കരിച്ച് തന്ത്രിമാർ നിൽക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ വലിയ തോതിൽ വേദന തോന്നി. അദ്ദേഹം ആദ്യം അവിടെ നിന്ന് റിലീവ് ചെയ്യുക, അദ്ദേഹം ഉപയോഗിച്ച പദം അതാണ്, റിലീവ് ചെയ്യാനാണ് തീരുമാനിച്ചത്. റിലീവ് ചെയ്യുക എന്നുള്ളത് ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം വിടുതൽ നേടി അവിടെ നിന്ന് മടങ്ങാനാണ് ആദ്യം ആലോചിച്ചത്. പക്ഷേ പിന്നീട് ആണ് ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ അവിടുത്തെ ഓഫീസിലേക്ക് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഒരു പ്രശ്നമുണ്ടാക്കി അവിടെ തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ല. വീട്ടുകാരുടെയും അഭിപ്രായം അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഓഫീസ് ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ തുടരാം, അതല്ല എങ്കിൽ ഒരു പ്രശ്നമുണ്ടാക്കി അവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം വളരെ വേദനയോടുകൂടി തന്നെ പറയുന്നത്. ഒട്ടും സന്തോഷകരമല്ലാതെയാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. ഒരു പ്രശ്നമുണ്ടാക്കാനില്ല, താൻ മാറി നിൽക്കുന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ജാതിയുടെയും അല്ലെങ്കിൽ ഐത്തത്തിൻ്റെയും ഒക്കെ പറയുമ്പോൾ അത് വേറൊരു രീതിയിൽ ഈ പ്രശ്നത്തെ അത് ബാലുവിനെ കൊണ്ട് തന്നെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി അദ്ദേഹത്തെ ആ ജോലിയിലേക്ക് വരാതിരിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ വിജയമായിട്ട് വേണമെങ്കിൽ അത് പറയാം. കാരണം ബാലു അത്രയും ഒട്ടും സന്തോഷകരമല്ലാതെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ഇനി കഴകക്കാരനായി അവിടെ കഴകം ചെയ്യില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ബാലു വന്നിട്ടുള്ളത്. ഏതായാലും തന്ത്രിമാരുടെ ആ നീക്കം ഫലം കണ്ടു എന്ന് തന്നെ പറയാം. അയാളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി ആ ജോലിയിൽ തുടരാൻ പറ്റില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുകയാണ്.